പ്രിയമുള്ളവരെ, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ബൈബിൾ ഇൻ എ ഇയർ. ഒരു വർഷം കൊണ്ട് വിശുദ്ധ ബൈബിൾ വായിച്ച് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഈ ദൈവവചന വായനാ പദ്ധതി നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അസൻഷൻ. ഞാൻ ഡാനിയലച്ചൻ. വചനവായനയിലൂടെ ദൈവസ്വരം കേൾക്കാനും ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ നമ്മുടെ ജീവിതത്തെ നോക്കിക്കാണാനും ബൈബിളിലൂടെ മനോഹരമായ ഒരു യാത്രയ്ക്ക് നിങ്ങളെ ഞാൻ ക്ഷണിക്കുന്നു. വിശുദ്ധ വേദപുസ്തകത്തിലെ 73 ഗ്രന്ഥങ്ങളിലായി പരന്നു കിടക്കുന്ന മനുഷ്യരക്ഷയുടെ മഹാസംഭവം ഒരു പ്രമേയമായി വായിക്കാനും മനസ്സിലാക്കാനും ദ ഗ്രേറ്റ് അഡ്വഞ്ചർ ബൈബിൾ ടൈംലൈൻ എന്ന വായനാ സഹായിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. BIYindia.com/മലയാളം എന്ന ലിങ്കിൽ ഈ റീഡിംഗ് പ്ലാൻ ലഭ്യമാണ്. ഇന്ന് 283 ദിവസം. ഇന്ന് വായിക്കുന്ന വചനഭാഗങ്ങൾ മക്കബായരുടെ 1-ാം പുസ്തകം അധ്യായം 2, പ്രഭാഷകൻ അധ്യായങ്ങൾ 4, 5, 6, സുഭാഷിതങ്ങൾ അധ്യായം 22 വാക്യങ്ങൾ 1 മുതൽ 4 വരെ. നമുക്ക് വചനം വായിക്കാം. നാം വചനം വായിക്കുമ്പോൾ വചനം നമ്മെ വായിക്കുന്നു. 1 മക്കബായർ അധ്യായം 2. മത്താത്തിയാസും പുത്രന്മാരും. അക്കാലത്ത് ശിമെയോന്റെ പുത്രനായ യോഹന്നാന്റെ പുത്രനും യോവാറിബിന്റെ മക്കളിൽപ്പെട്ട പുരോഹിതനുമായ മത്താത്തിയാസ് ജെറുസലേമിൽ നിന്ന് മാറി മൊദയിനിൽ താമസമാക്കി. അവന് 5 പുത്രന്മാരുണ്ടായിരുന്നു. ഗദ്ദി എന്ന് വിളിക്കപ്പെടുന്ന യോഹന്നാൻ, താസി എന്ന് വിളിക്കപ്പെടുന്ന ശിമെയോൻ, മക്കബേയൂസ് എന്ന് വിളിക്കപ്പെടുന്ന യൂദാസ്, അവരാൻ എന്ന് വിളിക്കപ്പെടുന്ന എലയാസർ, ആഫൂസ് എന്ന് വിളിക്കപ്പെടുന്ന ജോനാഥാൻ. യൂദായിലും ജെറുസലേമിലും നടന്നിരുന്ന ദൈവദൂഷണങ്ങൾ അവൻ കണ്ടു. അവൻ പറഞ്ഞു, കഷ്ടം! ഞാൻ എന്തിനാണ് ജനിച്ചത്? എൻ്റെ ജനത്തിൻ്റെ നാശവും വിശുദ്ധ നഗരത്തിൻ്റെ നാശവും കാണാനും അവൾ ശത്രുക്കൾക്കും വിശുദ്ധ സ്ഥലം പരദേശികൾക്കും ഏൽപ്പിക്കപ്പെടുമ്പോൾ ഇവിടെ ഇരിക്കാനുമാണോ? അവളുടെ ദേവാലയം മഹത്വമറ്റ മനുജനെ പോലെയായിരിക്കുന്നു. അവളുടെ വിശിഷ്ടപാത്രങ്ങൾ കൊള്ളവസ്തുക്കൾ പോലെ നാടുകടത്തപ്പെട്ടു. അവളുടെ കുഞ്ഞുങ്ങൾ അവളുടെ തെരുവുകളിൽ വെച്ച് വധിക്കപ്പെട്ടു. അവരുടെ യുവാക്കൾ ശത്രുക്കളുടെ വാളിനിരയാക്കപ്പെട്ടു. അവരുടെ രാജമന്ദിരങ്ങൾ അവകാശമാക്കുകയും അവരുടെ വസ്തുവകകൾ കൊള്ളയടിക്കുകയും ചെയ്യാത്ത ഏത് ജനതയുണ്ട്? അവരുടെ ആടയാഭരണങ്ങൾ അപഹരിക്കപ്പെട്ടിരിക്കുന്നു. അവൾ സ്വതന്ത്ര എന്നതിനേക്കാൾ അടിമയായിരിക്കുന്നു. ഇതാ നമ്മുടെ വിശുദ്ധ സ്ഥലം, നമ്മുടെ സൗന്ദര്യം, നമ്മുടെ മഹിമ അന്യാധീനപ്പെട്ടിരിക്കുന്നു. ജനതകൾ അവയെ അശുദ്ധമാക്കിയിരിക്കുന്നു. നമുക്കിനി ജീവിതം എന്തിന്? മത്താത്തിയാസും അവൻ്റെ പുത്രന്മാരും അവരുടെ വസ്ത്രം കീറി ചാക്കുടുത്ത് ഏറെ വിലപിച്ചു. മത്താത്തിയാസ് എതിർക്കുന്നു. അപ്പോൾ ജനങ്ങളെക്കൊണ്ട് മതത്യാഗം ചെയ്യിപ്പിച്ച് ബലിയർപ്പിക്കാൻ അവരെ നിർബന്ധിച്ചിരുന്ന രാജസന്നിധിയിൽ നിന്നുള്ളവർ മൊദയിൻ നഗരത്തിലെത്തി. ഇസ്രായേലിൽ നിന്ന് വളരെ പേർ അവരുടെ അടുത്ത് ചെന്നു. എന്നാൽ മത്താത്തിയാസും അവൻ്റെ പുത്രന്മാരും ഒരുമിച്ചുകൂടി. രാജസന്നിധിയിൽ നിന്നുള്ളവർ മത്താത്തിയാസിനോട് പ്രത്യുത്തരിച്ച് പ്രകാരം പറഞ്ഞു, നീ നേതാവും ഈ നഗരത്തിൽ ആദരിക്കപ്പെടുന്നവനും വലിയവനുമാണ്. പുത്രന്മാരുടെയും സഹോദരന്മാരുടെയും പിന്തുണ നിനക്കുണ്ട്. സകല ജനതകളും യൂദായിലെ ജനങ്ങളും ജെറുസലേമിൽ അവശേഷിച്ചിട്ടുള്ളവരും ചെയ്തതുപോലെ ഇപ്പോൾ ആദ്യമേ വന്ന് രാജശാസന അനുസരിച്ച് പ്രവർത്തിക്കുവിൻ. എങ്കിൽ നീയും നിന്റെ പുത്രന്മാരും രാജാവിൻ്റെ സ്നേഹിതരായിരിക്കും. വെള്ളിയും സ്വർണവും ധാരാളം പാരിതോഷികങ്ങളും കൊണ്ട് നീയും നിന്റെ പുത്രന്മാരും ബഹുമാനിതരാവുകയും ചെയ്യും. എന്നാൽ മത്താത്തിയാസ് മറുപടിയായി ഉച്ചസ്വരത്തിൽ പറഞ്ഞു, രാജാവിൻ്റെ രാജ്യാധീനതയിലുള്ള എല്ലാ ജനതകളും അവനെ അനുസരിക്കുകയും അവൻ്റെ കൽപ്പനകൾ തിരഞ്ഞെടുത്ത് ഓരോരുത്തരും താന്താങ്ങളുടെ പിതാക്കന്മാരുടെ ആരാധനയിൽ നിന്ന് വ്യതിചലിക്കുകയും ചെയ്താലും ഞാനും എൻ്റെ പുത്രന്മാരും എൻ്റെ സഹോദരന്മാരും ഞങ്ങളുടെ പിതാക്കന്മാരുടെ ഉടമ്പടിയുമായി മുന്നോട്ടു പോകും. നിയമവും നിർദ്ദേശങ്ങളും ഉപേക്ഷിക്കാതിരിക്കാൻ അവിടുന്ന് ഞങ്ങളോട് കരുണയായിരിക്കട്ടെ. രാജാവിൻ്റെ വാക്കുകൾ അനുസരിച്ച് ഞങ്ങളുടെ മതാനുഷ്ഠാനത്തിൽ നിന്ന് ഞങ്ങൾ വലത്തോട്ടോ ഇടത്തോട്ടോ മാറുകയില്ല. അവൻ ഈ വാക്കുകൾ പറഞ്ഞവസാനിപ്പിച്ചപ്പോൾ തന്നെ എല്ലാവരുടെയും കൺമുമ്പിൽ വെച്ച് മൊദയിനിലെ ബലിപീഠത്തിൽ രാജകൽപ്പന പ്രകാരം ബലിയർപ്പിക്കാൻ ഒരു യഹൂദ പുരുഷൻ മുന്നോട്ട് വന്നു. അത് കണ്ട് മത്താത്തിയാസ് തീക്ഷ്ണത കൊണ്ട് ജ്വലിച്ചു. അവൻ്റെ ഉള്ള് പ്രക്ഷുബ്ധമായി. ധാർമ്മിക രോഷം പൂണ്ട് അവൻ പാഞ്ഞു ചെന്ന് അയാളെ ബലിപീഠത്തിൽ വെച്ച് തന്നെ വധിച്ചു. ബലിയർപ്പിക്കാൻ നിർബന്ധിച്ചുകൊണ്ടിരുന്ന രാജകിങ്കരനെയും അവൻ ആ സമയത്ത് തന്നെ വധിക്കുകയും ബലിപീഠം ഇടിച്ചു നിരത്തുകയും ചെയ്തു. സാലിവിൻ്റെ പുത്രനായ സിമ്രിക്കെതിരെ പിനഹാസ് ചെയ്തതുപോലെ അവൻ നിയമത്തെ പ്രതി തീക്ഷ്ണതയുള്ളവനായി. മത്താത്തിയാസ് സ്വരമുയർത്തി നഗരത്തിൽ ഇപ്രകാരം വിളിച്ചു പറഞ്ഞു, നിയമത്തെ പ്രതി തീക്ഷ്ണതയുള്ള ഓരോരുത്തനും ഉടമ്പടിക്ക് വേണ്ടി നിൽക്കുന്നവനും എൻ്റെ പിന്നാലെ വരട്ടെ. അതിനുശേഷം അവനും അവൻ്റെ പുത്രന്മാരും തങ്ങൾക്ക് നഗരത്തിലുണ്ടായിരുന്നതെല്ലാം ഉപേക്ഷിച്ച് മലകളിലേക്ക് പലായനം ചെയ്തു.
സാബത്തിൽ യുദ്ധം. അപ്പോൾ നീതിയും ന്യായവും അന്വേഷിച്ചിരുന്ന വളരെ പേർ മരുഭൂമിയിലേക്ക് പോയി അവിടെ താമസിച്ചു. അവരോടൊപ്പം അവരുടെ പുത്രന്മാരും അവരുടെ ഭാര്യമാരും അവരുടെ ആടുമാടുകളും ഉണ്ടായിരുന്നു. കാരണം അവരുടെ മേൽ ദുരിതങ്ങൾ കഠിനമാക്കപ്പെട്ടിരുന്നു. രാജകൽപ്പന നിരാകരിച്ച മനുജർ മരുഭൂമിയിലെ ഒളിസ്ഥലങ്ങളിലേക്ക് പോയി എന്ന് രാജകിങ്കരന്മാരോടും ദാവീദിന്റെ നഗരമായ ജെറുസലേമിലെ ബലവാന്മാരോടും അറിയിക്കപ്പെട്ടു. വളരെ പേർ അവരെ പിന്തുടരുകയും അവരെ മറികടന്ന് അവർക്കെതിരായി പാളയമടിക്കുകയും സാബത്ത് ദിവസം അവർക്കെതിരെ യുദ്ധത്തിന് സന്നാഹങ്ങൾ ഒരുക്കുകയും ചെയ്തു. അക്കൂട്ടർ അവരോട് പറഞ്ഞു, ഇപ്പോൾ ഇത് മതിയാക്കുവിൻ. നിങ്ങൾ പുറത്തു വന്ന് രാജകൽപ്പന അനുസരിച്ച് പ്രവർത്തിക്കുവിൻ, എങ്കിൽ നിങ്ങൾ ജീവിക്കും. അവർ പ്രതിവചിച്ചു, ഞങ്ങൾ പുറത്തു വരികയോ സാബത്ത് ദിവസം അശുദ്ധമാക്കത്തക്ക വിധം രാജകൽപ്പന പ്രകാരം പ്രവർത്തിക്കുകയോ ഇല്ല. ഉടൻ തന്നെ അക്കൂട്ടർ അവരെ ആക്രമിക്കാൻ പാഞ്ഞെടുത്തു. എന്നാൽ അവർ അക്കൂട്ടരോട് പ്രത്യുത്തരിക്കുകയോ അക്കൂട്ടർക്ക് നേരെ കല്ലെറിയുകയോ തങ്ങളുടെ ഒളിസങ്കേതങ്ങളിൽ പ്രതിരോധം ഏർപ്പെടുത്തുകയോ ചെയ്തില്ല. അവർ ഇപ്രകാരം പറഞ്ഞു, നിഷ്കളങ്കരായി തന്നെ ഞങ്ങളെല്ലാവരും മരിക്കാനിടയാകട്ടെ. നിങ്ങൾ ഞങ്ങളെ നശിപ്പിക്കുന്നത് അന്യായമാണ് എന്നതിന് ആകാശവും ഭൂമിയും ഞങ്ങൾക്ക് വേണ്ടി സാക്ഷിയാവട്ടെ. അക്കൂട്ടർ സാബത്ത് ദിവസം അവർക്കെതിരെ യുദ്ധം ചെയ്തു. ഭാര്യമാരോടും കുട്ടികളോടും ആടുമാടുകളോടുമൊപ്പം അവർ 1000-ഓളം ആളുകൾ മരിച്ചു വീണു. ഇതറിഞ്ഞ് മത്താത്തിയാസും അവൻ്റെ സ്നേഹിതരും അവരെ ഓർത്ത് വളരെയധികം വിലപിച്ചു. അപ്പോൾ ഓരോരുത്തനും തൻ്റെ അയൽക്കാരനോട് പറഞ്ഞു, നമ്മുടെ സഹോദരന്മാർ ചെയ്തതുപോലെ നമ്മുടെ ജീവനും പ്രമാണങ്ങൾക്കും വേണ്ടി ജനതകൾക്കെതിരെ നാം എല്ലാവരും യുദ്ധം ചെയ്യാതിരുന്നാൽ അവർ വേഗത്തിൽ നമ്മെ ഭൂമുഖത്ത് നിന്ന് നിർമ്മാർജ്ജനം ചെയ്യും. ആ ദിവസം അവർ കൂടിയാലോചിച്ച് പ്രകാരം പറഞ്ഞു, സാബത്ത് ദിവസം ആരെങ്കിലും നമ്മെ ആക്രമിക്കാൻ വന്നാൽ നമ്മൾ അവനെതിരെ യുദ്ധം ചെയ്യണം. നമ്മുടെ സഹോദരർ ഒളിസങ്കേതങ്ങളിൽ മരിച്ചു വീണതുപോലെ നമ്മളാരും മരിക്കാനിടയാകരുത്. ഇസ്രായേലിലെ ധീരയോദ്ധാക്കളായ അസിദേയരുടെ ഒരു ഗണം അവരോട് ചേർന്നു. അവരോരോരുത്തരും നിയമത്തിനു വേണ്ടി സ്വമനസ്സ സമർപ്പിച്ചവരായിരുന്നു. ക്ലേശങ്ങളിൽ നിന്ന് പലായനം ചെയ്തവരെല്ലാം അവരോട് ചേരുകയും അങ്ങനെ അവരുടെ ശക്തി വർദ്ധിക്കുകയും ചെയ്തു. അവർ ഒരു സൈന്യമായി ഒന്നിച്ചു നിന്ന് പാപികളെ തങ്ങളുടെ കോപത്തിലും നിയമനിഷേധകരായ ആളുകളെ തങ്ങളുടെ ഉഗ്രകോപത്തിലും വധിച്ചു. അവശേഷിക്കപ്പെട്ടവർ രക്ഷയ്ക്കായി ജനതകളുടെ അടുക്കിലേക്ക് പലായനം ചെയ്തു. മത്താത്തിയാസും അവൻ്റെ സ്നേഹിതരും ചുറ്റി നടന്ന് ബലിപീഠങ്ങൾ തകർത്തു. ഇസ്രായേലിൻ്റെ അതിർത്തികൾക്കുള്ളിൽ അപരിച്ഛേദിതരായി ഉണ്ടായിരുന്ന ബാലന്മാരെ അവർ നിർബന്ധമായി പരിച്ഛേദനം ചെയ്യിച്ചു. ധിക്കാരികളായവരെ അവർ ആക്രമിച്ചു. അങ്ങനെ അവരുടെ കരത്താൽ ആ ഉദ്യമം മുന്നേറിക്കൊണ്ടിരുന്നു. അവർ ജനതകളുടെയും രാജാക്കന്മാരുടെയും കൈകളിൽ നിന്ന് നിയമം പരിരക്ഷിച്ചു. അങ്ങനെ അവർ പാപിക്ക് മേൽക്കോയ്മ അനുവദിച്ചില്ല. മത്താത്തിയാസിൻ്റെ അന്ത്യശാസനം. മത്താത്തിയാസിൻ്റെ മരണനാളുകൾ അടുത്തു വന്നു. അവൻ തൻ്റെ പുത്രന്മാരോട് പറഞ്ഞു, ധിക്കാരവും നിന്ദയും പ്രബലപ്പെട്ടിരിക്കുന്നു. നാശത്തിൻ്റെയും ഉഗ്രകോപത്തിൻ്റെയും കാലമാണിത്. അതിനാൽ മക്കളെ, നിയമത്തെ പ്രതി തീക്ഷ്ണതയുള്ളവരായിരിക്കുവിൻ. നമ്മുടെ പിതാക്കന്മാരുടെ ഉടമ്പടിക്കായി നിങ്ങളുടെ ജീവൻ സമർപ്പിക്കുവിൻ. തങ്ങളുടെ തലമുറകളിൽ നമ്മുടെ പിതാക്കന്മാർ ചെയ്ത പ്രവൃത്തികൾ ഓർക്കുവിൻ. അങ്ങനെ നിങ്ങൾ ഉന്നത മഹത്വവും അനശ്വര നാമവും ആർജിക്കുവിൻ. പരീക്ഷിക്കപ്പെട്ടപ്പോൾ അബ്രാഹാം വിശ്വസ്തനായി കാണപ്പെട്ടില്ലേ? അതവന് നീതിയായി പരിഗണിക്കപ്പെട്ടുവല്ലോ. ജോസഫ് തൻ്റെ കഷ്ടതയുടെ കാലത്തും കൽപ്പന പാലിക്കുകയും ഈജിപ്തിൻ്റെ അധികാരിയാവുകയും ചെയ്തു. നമ്മുടെ പിതാവ് ഫിനഹാസ് തീക്ഷ്ണത നിറഞ്ഞവനായിരുന്നതിനാൽ ശാശ്വതമായ പൗരോഹിത്യത്തിൻ്റെ ഉടമ്പടി അവന് ലഭിച്ചു. കൽപ്പന നിറവേറ്റിയതിനാൽ ജോഷുവ ഇസ്രായേലിലെ ഒരു ന്യായാധിപനായി. കാലേബ് സഭയിൽ സാക്ഷ്യം നൽകിയതിനാൽ ദേശത്തിൻ്റെ ഒരവകാശം അവന് ലഭിച്ചു. ദാവീദ് തൻ്റെ ദയയാൽ ഒരു രാജസിംഹാസനത്തിൻ്റെ ശാശ്വതാവകാശിയായി. നിയമത്തെക്കുറിച്ചുള്ള തീക്ഷ്ണതയാൽ ജ്വലിച്ച ഏലിയ സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെട്ടു. വിശ്വസിച്ച ഹനനിയായും അസറിയായും മിഷായേലും തീജ്വാലയിൽ നിന്ന് രക്ഷിക്കപ്പെട്ടു. ദാനിയേൽ തൻ്റെ നിഷ്കളങ്കതയാൽ സിംഹങ്ങളുടെ വായിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ടു. ആകയാൽ തലമുറ തലമുറയായി അവിടുന്ന് വിശ്വാസമർപ്പിക്കുന്നവരാരും തന്നെ അശക്തരാവുകയില്ല എന്ന് നിങ്ങൾ ഗ്രഹിക്കുവിൻ. പാപിയായ മനുഷ്യൻ്റെ വാക്കുകൾ ഭയപ്പെടേണ്ട. അവൻ്റെ പ്രതാപം ചാണകവും പുഴുക്കളുമാകും. ഇന്ന് അവൻ ഉയർത്തപ്പെടുന്നു, എന്നാൽ നാളെ അവൻ കാണപ്പെടില്ല. എന്തെന്നാൽ അവൻ തൻ്റെ പൊടിയിലേക്ക് മടങ്ങിക്കഴിഞ്ഞു. അവൻ്റെ പദ്ധതി തകർന്നടിയും. മക്കളെ, പൗരുഷത്തോടെ പ്രവർത്തിക്കുവിൻ. നിയമത്തിൽ ഉറച്ചു നിൽക്കുവിൻ. അതുവഴി നിങ്ങൾ മഹുദ്ധീകൃതരാകും. ഇതാ നിങ്ങളുടെ സഹോദരനായ ശിമയോൻ. അവൻ വിജ്ഞാനിയാണെന്ന് എനിക്കറിയാം. അവനെ അനുസരിക്കുവിൻ. ഇക്കാലവും അവൻ നിങ്ങൾക്ക് പിതാവായിരിക്കും. യൂദാസ് മക്കബേയൂസ് അവൻ്റെ യൗവനം മുതലേ ശക്തനായ യോദ്ധാവാണ്.
അവൻ നിങ്ങളുടെ സൈന്യത്തിൻ്റെ നേതാവായി ജനതകൾക്കെതിരെ യുദ്ധം ചെയ്യും. നിയമം അനുഷ്ഠിക്കുന്ന എല്ലാവരെയും നിങ്ങൾ നിങ്ങളുടെ പക്കൽ ഒരുമിച്ച് കൂട്ടുവിൻ. നിങ്ങളുടെ ജനത്തോട് ചെയ്യപ്പെട്ട ദ്രോഹത്തിന് പ്രതികാരം ചെയ്യുവിൻ. ജനതകൾക്ക് തക്ക തിരിച്ചടി നൽകുവിൻ. നിയമത്തിൻ്റെ അനുശാസനം ചെവിക്കൊള്ളുകയും ചെയ്യുവിൻ. അനന്തരം അവൻ അവരെ അനുഗ്രഹിച്ചു. അവൻ തൻ്റെ പിതാക്കന്മാരോട് ചേർക്കപ്പെട്ടു. 146 വർഷം അവൻ മരിച്ചു. മോദയിനിൽ അവൻ്റെ പിതാക്കന്മാരുടെ ശവകുടീരത്തിൽ അവൻ സംസ്കരിക്കപ്പെട്ടു. ഇസ്രായേൽ മുഴുവൻ വലിയ വിലാപത്തോടെ അവനെ പ്രതി ദുഃഖം ആചരിച്ചു. പ്രഭാഷകൻ അധ്യായം 4. കുഞ്ഞെ, പാവപ്പെട്ടവൻ്റെ ഉപജീവനം തടയരുത്. ആവശ്യത്തിലിരിക്കുന്ന ദൃഷ്ടികളെ കാത്തു നിർത്തരുത്. വിശക്കുന്നയാളെ ദുഃഖിപ്പിക്കരുത്. ആശങ്കയിൽപ്പെട്ട മനുഷ്യനെ ക്ഷോഭിപ്പിക്കരുത്. ക്ഷുഭിതമായ മനസ്സിനെ കൂടുതൽ അസ്വസ്ഥമാക്കരുത്. യാചകന് ദാനം താമസിപ്പിക്കുകയും അരുത്. ഞെരുക്കപ്പെടുന്ന ശരണാർത്ഥിയെ നിരാകരിക്കരുത്. ദരിദ്രനിൽ നിന്ന് നിന്റെ മുഖം തിരിക്കുകയും അരുത്. അപേക്ഷിക്കുന്നവനിൽ നിന്ന് കണ്ണ് തിരിക്കരുത്. നിന്നെ ശപിക്കാൻ ഒരു മനുഷ്യനും ഇട നൽകുകയും അരുത്. എന്തെന്നാൽ ആത്മതിക്തതയോടെ ശപിക്കുന്നവൻ്റെ അപേക്ഷ അവനെ സൃഷ്ടിച്ചവൻ ശ്രവിക്കും. സമൂഹത്തിൽ സ്വയം സമ്മതനാവുക. പ്രഭുവിന് മുമ്പിൽ നിന്റെ ശിരസ് നമിക്കുക. പാവപ്പെട്ടവനിലേക്ക് നിന്റെ ചെവി ചായ്ക്കുക. അവന് സൗമ്യമായി സമാധാനാശംസ തിരികെ നൽകുക. മർദ്ദകന്റെ കയ്യിൽ നിന്ന് മർദ്ദിതനെ മോചിപ്പിക്കുക. നീ ന്യായം വിധിക്കുമ്പോൾ ചഞ്ചലചിത്തനാകരുത്. അനാഥർക്ക് നീ പിതൃതുല്യനും അവരുടെ അമ്മയ്ക്ക് ഭർതൃസ്ഥാനീയനുമായിരിക്കുക. അപ്പോൾ നീ അത്യുന്നതൻ്റെ പുത്രനെ പോലെയാകും. നിന്റെ അമ്മയേക്കാൾ അവിടുന്ന് നിന്നെ കൂടുതൽ സ്നേഹിക്കും. ജ്ഞാനത്തിൻ്റെ പ്രതിഫലം. ജ്ഞാനം തൻ്റെ പുത്രന്മാർക്ക് ഉന്നതി നൽകുന്നു. തന്നെ തേടുന്നവരെ അവൾ പിന്തുണയ്ക്കുന്നു. അവളെ സ്നേഹിക്കുന്നവൻ ജീവനെ സ്നേഹിക്കുന്നു. അവളെ അതിരാവിലെ അന്വേഷിക്കുന്നവർ ആനന്ദപൂരിതരാകും. അവളെ ആശ്ലേഷിക്കുന്നവൻ മഹത്വം അവകാശമാക്കും. അവൻ പ്രവേശിക്കുന്നിടം കർത്താവ് അനുഗ്രഹിക്കും. അവൾക്ക് സേവ ചെയ്യുന്നവർ പരിശുദ്ധനായവന് ശുശ്രൂഷ ചെയ്യുന്നു. അവളെ സ്നേഹിക്കുന്നവരെ കർത്താവ് സ്നേഹിക്കുന്നു. അവളെ അനുസരിക്കുന്നവൻ ജനതകളെ വിധിക്കും. അവൾക്ക് ചെവി കൊടുക്കുന്നവൻ ആത്മവിശ്വാസത്തോടെ വസിക്കും. വിശ്വസ്തനായിരുന്നാൽ അവൻ അവളെ അവകാശമാക്കും. അവൻ്റെ തലമുറകൾക്കും അവൾ സ്വന്തമായിരിക്കും. ആദ്യം അവനോടൊപ്പം അവൾ ക്ലിഷ്ടമാർഗത്തിലൂടെ പോയിക്കൊണ്ട് അവനിൽ ഭയാശങ്കകൾ ഉളവാക്കും. അവൻ്റെ ആത്മാവിൽ വിശ്വാസമുറയ്ക്കുന്നതുവരെ അവൾ തൻ്റെ ശിക്ഷണത്താൽ അവനെ പീഡിപ്പിക്കും. തൻ്റെ ശാസനങ്ങൾ വഴി അവനെ പരീക്ഷിക്കുകയും ചെയ്യും. അതിനുശേഷം അവൾ അവനിലേക്ക് നേർവഴിയെ തിരികെ വരികയും അവനെ ആനന്ദിപ്പിക്കുകയും അവന് തൻ്റെ രഹസ്യങ്ങൾ വെളിപ്പെടുത്തുകയും ചെയ്യും. അവൻ വഴിതെറ്റിപ്പോയാൽ അവൾ അവനെ പരിത്യജിക്കുകയും അവൻ്റെ പതനത്തിൻ്റെ പിടിയിലേക്ക് അവനെ വിട്ടുകൊടുക്കുകയും ചെയ്യും. ജാഗ്രതയും ആത്മാർത്ഥതയും. തക്ക സമയം വിവേചിച്ചറിയുകയും തിന്മയ്ക്കെതിരെ ജാഗ്രത പുലർത്തുകയും ചെയ്യുക. നിന്റെ ആത്മാവിനെക്കുറിച്ച് ലജ്ജിതനാകാനിടയാകരുത്. എന്തെന്നാൽ പാപത്തിലേക്ക് നയിക്കുന്ന ലജ്ജയുണ്ട്, മഹത്വവും കൃപയുമുള്ള ലജ്ജയുമുണ്ട്. നിന്റെ ആത്മാവിനെതിരാകും വിധം നീ പക്ഷപാതം കാണിക്കരുത്. നിന്റെ പതനത്തിന് കാരണമാകും വിധം വഴിതിരിക്കപ്പെടരുത്. ആവശ്യനേരത്ത് സംസാരിക്കാതിരിക്കരുത്. എന്തെന്നാൽ ജ്ഞാനം സംസാരത്തിൽ പ്രകടമാകും, പ്രബോധനം ഭാഷാമൊഴിയിലും. സത്യവിരുദ്ധമായി സംസാരിക്കരുത്. മറിച്ച് നിന്റെ അശിക്ഷിതാവസ്ഥയെക്കുറിച്ച് നീ ശ്രദ്ധിക്കേണ്ടതാണ്. നിന്റെ പാപങ്ങൾ ഏറ്റുപറയാൻ നീ ലജ്ജിതനാകേണ്ടതില്ല. നദിയുടെ പ്രവാഹത്തെ ചെറുത്തു നിൽക്കരുത്. വിഡ്ഢിയായ മനുഷ്യന് സ്വയം കീഴ്പ്പെടരുത്. അധികാരിയുടെ മുഖം നോക്കി പെരുമാറുകയും അരുത്. സത്യത്തിനായി മരണത്തോളം പൊരുതുക. ദൈവമായ കർത്താവ് നിനക്ക് വേണ്ടി പോരാടും. നിന്റെ സംസാരത്തിൽ ഗർവിഷ്ഠനോ പ്രവൃത്തികളിൽ അലസനോ അശ്രദ്ധനോ ആകരുത്. നിന്റെ ഭവനത്തിൽ നീ സിംഹത്തെപ്പോലെ ആകരുത്. നിന്റെ ഭൃത്യന്മാരുടെ മുമ്പിൽ ഔദ്ധത്യം നടിക്കരുത്. നിന്റെ കൈ വാങ്ങുന്നതിനായി നീട്ടപ്പെട്ടതും അതേസമയം കൊടുക്കുന്നതിൽ കുറുകിയതും ആകാതിരിക്കട്ടെ. പ്രഭാഷകൻ അധ്യായം 5. സമ്പത്തിൽ ഗർവ് അരുത്. നിന്റെ സമ്പത്തിൽ നീ മുഴുകിപ്പോകരുത്. എനിക്ക് മതിയാവോളമുണ്ട് എന്ന് നീ പറയുകയും അരുത്. നിന്റെ ഹൃദയാഭിലാഷങ്ങളിൽ വ്യാപരിക്കാൻ നിന്റെ ഇച്ഛയും കഴിവും പിൻചെല്ലരുത്. ആരാണ് എൻ്റെ മേൽ അധികാരിയായിരിക്കുന്നത് എന്ന് നീ പറയരുത്. എന്തെന്നാൽ കർത്താവ് നിന്നെ തീർച്ചയായും ശിക്ഷിക്കും. ഞാൻ പാപം ചെയ്തിട്ട് എനിക്കെന്ത് സംഭവിച്ചുവെന്നും നീ പറയരുത്. എന്തെന്നാൽ കർത്താവ് ദീർഘക്ഷമാശീലനാണ്. പാപപ്പൊറുതി മുൻനിർത്തി പാപങ്ങൾക്ക് മേൽ പാപം കൂട്ടാൻ തക്കവിധം നീ ഭയരഹിതനാകരുത്. അവിടുത്തെ കാരുണ്യം വലുതാണ്. എൻ്റെ പാപക്കൂമ്പാരം അവിടുന്ന് പൊറുക്കും എന്ന് നീ പറയരുത്.
എന്തെന്നാൽ കാരുണ്യത്തോടൊപ്പം ക്രോധവും അവിടുന്നിലുണ്ട്. അവിടുത്തെ കോപം പാപികളുടെ മേൽ വന്ന് ഭവിക്കും. കർത്താവിലേക്ക് തിരിയാൻ വൈകരുത്, ദിനങ്ങളോളം നീട്ടിവെക്കുകയും അരുത്. അവിടുത്തെ ക്രോധം അവിചാരിതമായി ഉണരുകയും ശിക്ഷാനേരത്ത് നീ പൂർണ്ണമായി നശിക്കുകയും ചെയ്യും. അധാർമിക സമ്പത്തിൽ മുഴുകിപ്പോകരുത്, എന്തെന്നാൽ ആപത്ത് ദിനത്തിൽ അത് നിനക്ക് ഉപകരിക്കുകയില്ല. നിർവ്യാജമായ സംസാരം. ഏത് കാറ്റത്തും പാറ്റരുത്, ഏത് മാർഗത്തിലും ചരിക്കരുത്. കപടഭാഷിയായ പാപി അപ്രകാരമാണ്. നിന്റെ ബോധ്യത്തിൽ നീ ഉറച്ചു നിൽക്കുക. നിന്റെ വാക്ക് ഒന്നു തന്നെ ആയിരിക്കട്ടെ. നീ ശ്രവിക്കുന്നതിൽ തിടുക്കമുള്ളവനായിരിക്കുക. അവധാനപൂർവം മറുപടി പറയുക. നിനക്ക് അറിവുണ്ടെങ്കിൽ അയൽക്കാരനോട് മറുപടി പറയുക. ഇല്ലെങ്കിൽ നിന്റെ കരം നിന്റെ അധരത്തിന്മേലായിരിക്കട്ടെ. ഭാഷണത്തിലാണ് മാനവും അപമാനവും. മനുഷ്യൻ്റെ നാവ് തന്നെ അവൻ്റെ വീഴ്ചയും. ഏഷണിക്കാരനെന്ന് നീ വിളിക്കപ്പെടരുത്. നാവുകൊണ്ട് കെണിവെക്കുകയും അരുത്. കാരണം കള്ളൻ്റെ മേലാണ് അവമതി, കപടഭാഷിയുടെ മേൽ ഹീനമായ വിധിയും. കാര്യം വലുതായാലും ചെറുതായാലും അലംഭാവം അരുത്. സ്നേഹിതനാകുന്നതിന് പകരം ശത്രുവായി തീരരുത്. പ്രഭാഷകൻ അധ്യായം 6. എന്തെന്നാൽ ദുഷ്കീർത്തി അവമതിയും നിന്ദയും അവകാശമാക്കും. കപടഭാഷിയായ പാപി അപ്രകാരമാണ്. സ്വേച്ഛാപ്രകാരം നീ നിന്നെ തന്നെ ഉയർത്തരുത്. അങ്ങനെ അത് കാളയെപ്പോലെ നിന്നെ കുത്തിക്കീറാതിരിക്കട്ടെ. നീ നിന്റെ തന്നെ ഇലകൾ ഭക്ഷിക്കുകയും നിന്റെ ഫലങ്ങൾ നശിപ്പിക്കുകയും ചെയ്യും. നീ നിന്നെ തന്നെ ഒരു ഉണക്കമരം പോലെയായി തീർക്കും. ദുഷിച്ച ആത്മാവ് ആർക്കുണ്ടോ അതവനെ നശിപ്പിക്കും. അതവനെ ശത്രുക്കളുടെ പരിഹാസപാത്രമാക്കും. സൗഹൃദം. മധുരകണ്ഠം ഒരുവൻ്റെ സ്നേഹിതരെ വർദ്ധിപ്പിക്കും. മൃദുഭാഷണം ഹൃദ്യത അഭിവൃദ്ധിപ്പെടുത്തും. നിന്നോട് സൗഹൃദത്തിലായിരിക്കുന്നവർ അനേകരായിരിക്കട്ടെ, എന്നാൽ നിന്റെ ഉപദേശകർ 1000-ൽ ഒരാൾ മാത്രം. സ്നേഹിതനെ സമ്പാദിക്കുന്നെങ്കിൽ അവനെ പരീക്ഷിച്ചറിഞ്ഞേ സമ്പാദിക്കാവൂ. വേഗം അവനെ വിശ്വസിക്കുകയും അരുത്. സ്വന്തം സൗകര്യമനുസരിച്ച് സ്നേഹിതനായിരിക്കുന്നവനുണ്ട്, എന്നാൽ നിന്റെ കഷ്ടതയുടെ ദിനത്തിൽ അവൻ കൂടെയുണ്ടായിരിക്കുകയില്ല. ശത്രുവായി മാറുന്ന മിത്രവുമുണ്ട്. നിനക്ക് അപമാനമാകും വിധം അവൻ കലഹം പരസ്യമാക്കും. തീന്മേശകളിൽ പങ്കാളിയായിരിക്കുന്ന മിത്രം നിന്റെ കഷ്ടതയുടെ ദിനത്തിൽ കൂടെയുണ്ടായിരിക്കണമെന്നില്ല. നിന്റെ ഐശ്വര്യത്തിൽ അവൻ നിന്നെപ്പോലെ തന്നെ ആയിരിക്കും. നിന്റെ വീട്ടുവേലക്കാരോട് അവൻ സ്വതന്ത്രമായി ഇടപെടുകയും ചെയ്യും. നീ അപമാനിതനാവുകയാണെങ്കിൽ അവൻ നിനക്കെതിരെ തിരിയുകയും നിന്റെ മുന്നിൽ നിന്ന് മറഞ്ഞു നടക്കുകയും ചെയ്യും. ശത്രുക്കളിൽ നിന്ന് നീ പൂർണ്ണമായും വേർപെട്ടിരിക്കുക. സ്നേഹിതരോട് സൂക്ഷിച്ചു പെരുമാറുക. വിശ്വസ്തനായ സ്നേഹിതൻ ബലിഷ്ഠമായ സങ്കേതമാണ്. അവനെ കണ്ടെത്തിയവൻ ഒരു നിധി കണ്ടെത്തിയിരിക്കുന്നു. വിശ്വസ്തനായ സ്നേഹിതന് പകരക്കാരനില്ല. അവൻ്റെ മാഹാത്മ്യം അളവറ്റതാണ്. വിശ്വസ്തനായ സ്നേഹിതൻ ജീവ ഔഷധമാണ്. കർത്താവിനെ ഭയപ്പെടുന്നവർ അവനെ കണ്ടെത്തും. കർത്താവിനെ ഭയപ്പെടുന്നവൻ തൻ്റെ സൗഹൃദം നേരുള്ളതാക്കുന്നു. എന്തെന്നാൽ ഒരുവൻ എങ്ങനെയോ അങ്ങനെ തന്നെ അവൻ്റെ അയൽക്കാരനും. ജ്ഞാനത്തിൻ്റെ മാർഗം. കുഞ്ഞെ, ചെറുപ്പം മുതലേ ശിക്ഷണം തേടണം. വാർദ്ധക്യത്തിലെത്തും വരെ നീ ജ്ഞാനം കണ്ടെത്തും. ഉഴുകുകയും വിതയ്ക്കുകയും ചെയ്യുന്നവനെപ്പോലെ അവളെ സമീപിക്കുക. അവളുടെ നല്ല വിളവുകൾക്കായി കാത്തിരിക്കുക. എന്തെന്നാൽ അവളുടെ ശുശ്രൂഷയിൽ അല്പം യത്നിച്ചാൽ വേഗം തന്നെ നീ അവളുടെ വിഭവങ്ങൾ ആസ്വദിക്കും. അശിക്ഷിതർക്ക് അവൾ ഏറെ കർക്കശക്കാരിയെപ്പോലെയാണ്. ബുദ്ധിഹീനന് അവളോടൊത്ത് വസിക്കാനാവില്ല. അവൾ അവൻ്റെ മേൽ കടുത്ത ഉരകല്ല് പോലെയാണ്. അവളെ ഉപേക്ഷിക്കാൻ അവൻ വൈകുകയില്ല. എന്തെന്നാൽ ജ്ഞാനം അവളുടെ പേരുപോലെയാണ്. ഏറെ പേർക്കും അവൾ വെളിപ്പെടുന്നവളല്ല. കേൾക്കൂ കുഞ്ഞെ, എൻ്റെ കാഴ്ചപ്പാട് സ്വീകരിക്കുക. എൻ്റെ ഉപദേശം നിരാകരിക്കരുത്. നിന്റെ പാദങ്ങൾ അവളുടെ വിലങ്ങിലേക്ക് നീട്ടുക. നിന്റെ കഴുത്ത് അവളുടെ ചങ്ങലയിലേക്കും. നിന്റെ ചുമല് താഴ്ത്തി അവളെ ചുമക്കുക. അവളുടെ കടിഞ്ഞാണുകളാൽ അസ്വസ്ഥനാകരുത്. നിന്റെ പൂർണ്ണ മനസ്സോടെ അവളെ സമീപിക്കുക. നിന്റെ സർവശക്തിയോടെയും അവളുടെ മാർഗങ്ങൾ കാക്കുക. അന്വേഷിക്കുകയും തേടുകയും ചെയ്യുക. നിനക്ക് അവൾ സുവിദിതയാകും. നിനക്ക് വശപ്പെട്ടു കഴിഞ്ഞാൽ അവളെ നീ വിട്ടുകളയരുത്. എന്തെന്നാൽ ഒടുവിൽ അവളുടെ ശാന്തി നീ കണ്ടെത്തും. അവൾ നിനക്ക് ആനന്ദമായി പരിണമിക്കുകയും ചെയ്യും. അപ്പോൾ നിനക്ക് അവളുടെ വിലങ്ങുകൾ ശക്തിസങ്കേതവും ചങ്ങലകൾ മഹത്വത്തിൻ്റെ മേലങ്കിയുമായി തീരും. എന്തെന്നാൽ അവളുടെ മേലുള്ള അലങ്കാരം സ്വർണാഭവും അവളുടെ കടിഞ്ഞാണുകൾ ഇന്ദ്രനീല ചരടും ആണ്. അവളെ നീ മഹത്വത്തിൻ്റെ മേലങ്കിയായി ധരിക്കുകയും ആനന്ദത്തിൻ്റെ കിരീടമായി സ്വയം അണിയുകയും ചെയ്യും. കുഞ്ഞെ, നീ ആഗ്രഹിച്ചാൽ നീ ശിക്ഷണവിധേയനാകും. നീ മനസ്സ് വച്ചാൽ നീ സമർത്ഥനാകും. ശ്രവിക്കാൻ ഇഷ്ടപ്പെടുന്നെങ്കിൽ നീ മനസ്സിലാക്കും. നിന്റെ ചെവി ചായ്ച്ചാൽ നീ ജ്ഞാനിയാകും.
ശ്രേഷ്ഠന്മാരുടെ കൂട്ടത്തിൽ നിലകൊള്ളുക. ജ്ഞാനി ആരാണോ അവനോട് ചേർന്ന് നിൽക്കുക. ഓരോ ദിവ്യഭാഷണവും ശ്രവിക്കാൻ താൽപ്പര്യപ്പെടുക. വിവേക സൂക്തങ്ങളൊന്നും നിനക്ക് കൈവിട്ടു പോകാതിരിക്കട്ടെ. വിവേകിയായ ഒരാളെ കണ്ടെത്തിയാൽ പ്രഭാതത്തിൽ തന്നെ അവൻ്റെ പക്കലെത്തുക. നിന്റെ പാദം അവൻ്റെ വാതിൽപ്പടികൾ മിനുസപ്പെടുത്തട്ടെ. കർത്താവിൻ്റെ നിയമങ്ങളിൽ നിമഗ്നനാവുക. അവിടുത്തെ പ്രമാണങ്ങളെപ്പറ്റി സദാ ധ്യാനിക്കുക. അവിടുന്ന് നിന്റെ ഹൃദയം ഉറപ്പിച്ചു നിർത്തും. ജ്ഞാനതൃഷ്ണ നിനക്ക് നൽകപ്പെടും. സുഭാഷിതങ്ങൾ അധ്യായം 22 വാക്യങ്ങൾ 1 മുതൽ 4 വരെ. സൽപ്പേര് വലിയ സമ്പത്തിനേക്കാൾ അഭികാമ്യമാണ്. ദയ വെള്ളിയെയും സ്വർണത്തെയും കാൾ നല്ലതാണ്. ധനികനും ദരിദ്രനും തുല്യത പുലർത്തുന്നു. എല്ലാവരെയും ഉരുവാക്കിയത് കർത്താവാണ്. കുശാഗ്രബുദ്ധി ആപത്ത് കണ്ട് സ്വയം ഒഴിഞ്ഞു മാറുന്നു. സരളചിത്തർ കടന്നു ചെന്ന് പിഴയൊടുക്കുന്നു. വിനയത്തിൻ്റെയും കർത്തൃഭയത്തിൻ്റെയും പ്രതിഫലം സമ്പത്തും ബഹുമതിയും ജീവനുമാണ്. സ്നേഹപിതാവായ ദൈവമേ, ഒരു പ്രഭാതം കൂടി അവിടുത്തെ സ്വരം കേട്ടുകൊണ്ട് ജീവിതം ആരംഭിക്കാൻ കരുണാപൂർവം അങ്ങൊരുക്കുന്ന മനോഹരമായ ഈ വചനപാരായണത്തിൻ്റെ നിമിഷങ്ങളെ ഓർത്ത് ഞാൻ അങ്ങേക്ക് നന്ദി പറയുകയാണ്. അവിടുത്തെ മുമ്പാകെ കർത്താവെ, നിഷ്കളങ്കരും നിർമ്മലരും അങ്ങേ ആശ്രയിക്കുന്ന സരളചിത്തരുമായി കാണപ്പെടാനായി അങ്ങ് ഞങ്ങളിൽ നിന്ന് കർത്താവെ തിന്മയുടെ മാലിന്യങ്ങളെല്ലാം എടുത്തു മാറ്റണമേ. ഞങ്ങൾ കർത്താവെ നിർമ്മമതയുള്ളവരോ ഞങ്ങൾ മന്ദോഷ്ണരോ ആകാതെ, ഞങ്ങൾ തീഷ്ണതയിൽ മാന്യം കൂടാതെ ആത്മാവിൽ ജ്വലിക്കുന്നവരാകാൻ ഞങ്ങളെ അങ്ങ് സഹായിക്കണമേ. ഞങ്ങളെക്കുറിച്ചുള്ള ദൈവരാജ്യത്തിൻ്റെ സ്വപ്നങ്ങൾ ഏറ്റെടുക്കാനുള്ള ധൈര്യവും കൃപയും ഞങ്ങൾക്ക് നൽകണമേ. ഈ വചനവായനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഈ മക്കളോട് സവിശേഷമായ കാരുണ്യം അങ്ങ് പ്രകടിപ്പിക്കുന്നത് അനുഭവിക്കാനായി ഇവരെ സഹായിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. പ്രിയമുള്ളവരെ, 283 ദിവസം മക്കബായരുടെ 1 പുസ്തകത്തിൻ്റെ 2 അധ്യായത്തിൽ ജെറുസലേമിൽ നിന്ന് കുറച്ചകലെ മാറി മൊദയിൻ എന്നു പേരുള്ള ഒരു ഗ്രാമത്തിൽ ജീവിച്ചിരുന്ന യോവാറേബ് കുടുംബത്തിൽപ്പെട്ട മത്താത്തിയാസ് എന്ന ഒരു വൃദ്ധ പുരോഹിതനും അദ്ദേഹത്തിൻ്റെ 5 ആൺമക്കളും നിയമത്തിനും ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനതയുടെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യത്തിനും വേണ്ടി ധൈര്യത്തോടെ നിലകൊള്ളുന്ന ഒരു നിലപാടിൻ്റെ ചരിത്രമാണ് നമ്മൾ ഈ 2 അധ്യായത്തിൽ വായിക്കുന്നത്. രാജാവിൻ്റെ സേവകൻ വന്ന് നിഷിദ്ധമായ മാംസം ബലിയർപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നത് സ്വീകരിച്ചുകൊണ്ട് ഒരു യഹൂദൻ ബലിയർപ്പിക്കാനായി പോകുമ്പോൾ അദ്ദേഹത്തെ അവിടെ വെച്ച് തന്നെ വധിച്ചുകൊണ്ടും രാജാവിൻ്റെ ഉദ്യോഗസ്ഥനെയും അക്കൂട്ടത്തിൽ വധിച്ചുകൊണ്ടുമാണ് യഥാർത്ഥത്തിൽ മക്കബായ വിപ്ലവത്തിൻ്റെ ഔദ്യോഗികമായ ആരംഭം കുറിക്കപ്പെടുന്നത്. അങ്ങനെ അവിടെ നിന്ന് അവർ തൊട്ടടുത്തുള്ള ഗോഫ്ന കുന്നുകളിലേക്ക് പലായനം ചെയ്യുന്നു. ഇടയ്ക്കൊന്ന് ഓർക്കേണ്ടതുണ്ട്, കർത്താവ് യുഗാന്ത്യത്തെക്കുറിച്ച് പറയുമ്പോൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്: വിനാശത്തിൻ്റെ അശുദ്ധ ലക്ഷണം വിശുദ്ധ സ്ഥലത്ത് നിൽക്കുന്നത് കാണുമ്പോൾ വായിക്കുന്നവൻ ഗ്രഹിക്കട്ടെ, അവൻ മലമുകളിലേക്ക് പലായനം ചെയ്യട്ടെ എന്ന്. ഈ മലമുകളിലേക്ക് പലായനം ചെയ്യട്ടെ എന്ന് ഈശോ പറയുന്നത് ഈ മക്കബായർ ഗോഫ്ന കുന്നുകളിലേക്ക് പലായനം ചെയ്തതിൻ്റെ ഒരു സ്മരണ ഉള്ളിൽ വെച്ചുകൊണ്ടാണ്. അതിൻ്റെ അർത്ഥം ക്രിസ്തുവിൻ്റെ മനസ്സിൽ ഈ മക്കബായരുടെ പുസ്തകം ഉണ്ടായിരുന്നു എന്നാണ്. മക്കബായരുടേതടക്കമുള്ള ചില ഗ്രന്ഥങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്ന കാത്തലിക് അപ്പസ്റ്റോലിക് ബൈബിളുകളിൽ മാത്രമാണുള്ളത്. മറ്റുള്ളവർ അതിനെ അപ്പോക്രിഫ എന്നോ അല്ലെങ്കിൽ സ്വീകരിക്കേണ്ടതില്ലാത്ത ഗ്രന്ഥങ്ങളെന്നോ ഒക്കെയാണ് കാണുന്നത്. മക്കബായരുടെ പുസ്തകം വായിക്കുമ്പോൾ നമ്മൾ കാണണം, ക്രിസ്തുവിൻ്റെ പല വാക്യങ്ങളുടെയും പിന്നിൽ മക്കബായ പുസ്തകത്തിൻ്റെ സ്വാധീനം ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ എന്താണ്? യേശുക്രിസ്തു ഈ ഗ്രന്ഥത്തെ തിരുവെഴുത്തിൻ്റെ ഭാഗമായി കണ്ടിരുന്നു എന്നാണ് അതിൻ്റെ സൂചന. സന്ദർഭവശാൽ അത് ഞാൻ സൂചിപ്പിച്ചെന്നേ ഉള്ളൂ. അങ്ങനെ ഈ മലമുകളിലേക്ക് പലായനം ചെയ്യുന്ന അവർ തങ്ങളുടെ മത്താത്തിയാസ് തൻ്റെ മക്കളിൽ ഒരുവനായ യൂദാസ് മക്കേബെയൂസിനെ നേതാവായി അവരോധിക്കുകയും അങ്ങനെ മക്കബായ വിപ്ലവത്തിന് തുടക്കം കുറിക്കുകയും ചെയ്യുന്നു. ഹസീദിയർ എന്ന പേര് വിളിക്കപ്പെടുന്ന ഭക്തരായ ഒരു കൂട്ടം ആളുകൾ അവരോടുകൂടെ ചേർന്നു. ഈ ഹസീദിയരിൽ നിന്നാണ് പിന്നീട് പുതിയ നിയമകാലത്തെ ഫരിസേയരും അതുപോലെ തന്നെ സ്നാപക യോഹന്നാനൊക്കെ ഉൾപ്പെട്ടിരിക്കാൻ സാധ്യതയുള്ള എസീനികൾ എന്ന് വിളിക്കപ്പെടുന്ന ആ സന്യാസ സമൂഹങ്ങളും ഒക്കെ രൂപപ്പെട്ടത്. അങ്ങനെ നിയമത്തെയും ദൈവത്തെയും ഗൗരവമായി എടുത്ത ഒരു ജനത ചെറുത്തുനിൽപ്പിൻ്റെ ഒരു ചരിത്രം ആരംഭിക്കുന്നതാണ് മക്കബായരുടെ പുസ്തകത്തിൽ നമ്മൾ കണ്ടത്. ഇന്ന് നിങ്ങളോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്. ദൈവരാജ്യത്തിൽ
എനിക്ക് ചെയ്യാനൊരു ശുശ്രൂഷ ദൈവം വെച്ചിട്ടുണ്ട് എങ്കിൽ അത് എന്തായിരിക്കും? നിങ്ങളുടെ ഏറ്റവും അടുത്ത പരിസരങ്ങളിൽ ദൈവം നൽകിയിരിക്കുന്ന നിയമങ്ങൾക്കും ദൈവം അനുശാസിച്ച ഒരു ജീവിത രീതിക്കും വിരുദ്ധമായി എന്തെല്ലാം നടക്കുന്നുണ്ടോ അതിനെതിരെ ജീവിതം കൊണ്ടും കർമ്മം കൊണ്ടും ഒരു പ്രതിരോധം തീർക്കാൻ എല്ലാ മക്കൾക്കും ഉത്തരവാദിത്തമുണ്ട്. എല്ലാ മനുഷ്യർക്കും ഉത്തരവാദിത്തമുണ്ട്. എല്ലാ തിരഞ്ഞെടുക്കപ്പെട്ടവർക്കും ഉത്തരവാദിത്തമുണ്ട്. നമ്മുടെ കൺമുമ്പിൽ നമ്മൾ ചുറ്റി നോക്കുമ്പോൾ നമ്മുടെ കണ്ണ് ഒന്ന് തിരഞ്ഞാൽ, ചുറ്റുപാട് ഒന്ന് കണ്ണോടിച്ചാൽ നമുക്ക് കാണാൻ കഴിയും എത്രയോ കാര്യങ്ങളാണ് ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് വിരുദ്ധമായി നടക്കുന്നത്, ദൈവഹിതകരമല്ലാത്ത പ്രവൃത്തികൾ. അപ്പോൾ അതിനെതിരെ ഒരു കലാപമുയർത്താനല്ല, വാക്കുകൊണ്ടും കർമ്മം കൊണ്ടും അധ്വാനം കൊണ്ടും ജീവിതം കൊണ്ടും അതിന് വിപരീതമായ നേരായ മാർഗം കാണിച്ചു കൊടുക്കാനുള്ള ഒരു ഉത്തരവാദിത്തമാണ് നമ്മുടെ കൺമുമ്പിൽ കാണുന്ന എല്ലാ ക്രൈസിസുകളും. ഓർക്കണം, നമ്മൾ വിശ്വാസികളെ സംബന്ധിച്ച് നമുക്ക് ക്രൈസിസുകളില്ല, ഓപ്പർച്യൂണിറ്റികളേ ഉള്ളൂ. നമുക്ക് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പ്രശ്നങ്ങളില്ല, അവസരങ്ങളേ ഉള്ളൂ. ഓരോ പ്രശ്നവും ദൈവത്തിൻ്റെ മഹത്വവും സാന്നിധ്യവും വെളിപ്പെടുത്തുന്നതിനും ദൈവ വഴിയിലേക്ക് മനുഷ്യരെ തിരിച്ചു കൊണ്ടുവരുവാനും നമ്മളെ പ്രേരിപ്പിക്കുന്ന ഉത്തരവാദിത്വ ബോധത്തിൻ്റെ അവസരങ്ങളായിട്ട് കണ്ട് കർത്താവിന് വേണ്ടി നിലകൊള്ളാൻ നിങ്ങളെ ദൈവം പ്രേരിപ്പിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നല്ല ഒരു ദിവസം ദൈവമഹത്വത്തിനായിട്ട് ജീവിക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ. നാളെ വീണ്ടും ഈ വചന വായനയുമായി നിങ്ങളുടെ പരിസരങ്ങളിലേക്ക് എത്തുന്നതുവരെ നിങ്ങളറിയണം, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു. അതുവരെ സ്നേഹിക്കാം, പ്രാർത്ഥിക്കാം, ഈശോയെ പങ്കുവെക്കാം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ ആശീർവദിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.